നമസ്കാരം. ഫണ്ണി ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ അംഗനവാടി വഴിയൊക്കെ വിതരണം ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അമൃതം ന്യൂട്രിമിക്സിനെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അംഗനവാടി മുഖേന നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നൽകുന്ന പ്രോട്ടീൻ ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറാണ് അമൃതം പൊടി അഥവാ അമൃതം ന്യൂട്രിമിക്സ്. നമ്മുടെ കേരളത്തിലെ 33,000-ഓളം അംഗനവാടിയിലൂടെയാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത്. ഈ അമൃതം ന്യൂട്രിമിക്സിൻ്റെ കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ചീഫ് ടെക്നിക്കൽ ഓഫീസറായ ഡോക്ടർ നീലോഫറാണ് അമൃതം പൊടിയുടെ ഉപജ്ഞാതാവ്. ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിനെന്തൊക്കെ ചേർന്നിരിക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഗോതമ്പ്, നിലക്കടല, സോയാബീൻ, കടലപ്പരിപ്പ്, പഞ്ചസാര എന്നിവ ചേർന്ന് അമൃതം പൊടി വികസിപ്പിച്ചെടുത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാസർഗോഡ് കേന്ദ്രത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു അമൃതം പൊടി വികസിപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണത്തിലൂടെ വന്നത്. ഇത് കൊടുക്കുന്നത് ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ മുഖേനയാണ് ഈ ഒരു പൊടി നിർമ്മിക്കുന്നത്. സാധാരണ പഞ്ചസാരയ്ക്ക് പകരം തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം പഞ്ചസാരയാണ് ഇതിൽ ചേർക്കുന്നത്. വളരെ ഹെൽത്തിയായ ഈ ഉൽപ്പന്നം വീട്ടിൽ തയ്യാറാക്കുന്ന എല്ലാ പലഹാരങ്ങളിലും നമുക്ക് 1-2 സ്പൂൺ വീതം മിക്സ് ചെയ്യാം. ഇല്ലാതെ നമ്മൾ ഈ ഒരു പൊടി തന്നെയായിട്ട് ഡയറക്റ്റ് ഇടുന്നവരോട് ഞാൻ ഏഴ് കുഞ്ഞിനൊക്കെ വീട്ടിൽ ഈ ഒരു പൊടി മാത്രം ഡയറക്റ്റായിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. പുട്ടോ അടയൊക്കെ ആയിട്ട് തേങ്ങയൊക്കെ ഇട്ട് അടയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ പൊടി കൊടുക്കുന്നത് 6 അല്ലെങ്കിൽ 7 മാസം മുതൽ 3-4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു ന്യൂട്രിമിക്സിൻ്റെ പൊടി നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ICDS അംഗനവാടികൾ മുഖേനയാണ് നമ്മുടെ ഈ ഒരു പൊടി വിതരണം ചെയ്യുന്നത്. തീർത്തും സൗജന്യപരമായിട്ടാണ് ഈ ഒരു പൊടി നൽകുന്നത്. സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അമൃതം ന്യൂട്രിമിക്സിൻ്റെ വിതരണം. ഇതിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ വീണ്ടും നടന്നു വരുന്നതാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇതിനകത്ത് ചേരുവകൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ രീതിയിലാണ് എത്ര അളവിലൊക്കെയാണ് നമുക്ക് നോക്കാം. ഗോതമ്പ് അടങ്ങിയിരിക്കുന്നത് 45% ഗോതമ്പിൻ്റെ അളവ് അടങ്ങിയിരിക്കുന്നു. കടലപ്പരിപ്പാണെങ്കിൽ 15% ഉണ്ട്. കൂടാതെ നിലക്കടല അത് 10%. സോയാ ചങ്ക്സ് അതായത് സോയാബീൻ 10%. പഞ്ചസാരയുടെ അളവ് 20%. നമുക്കിത് ഏതൊക്കെ വിധത്തിൽ നോക്കുമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചെറുതായിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതം പൊടിക്ക് ആവശ്യാനുസരണം ചൂടുപാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ ആയിട്ട് ചിലപ്പം വെള്ളത്തിൽ കുറുക്കിയിട്ട് പാലും കൂടെ മിക്സ് ചെയ്താണ് ചിലപ്പോൾ ഞാനിവിടെ കുഞ്ഞിന് കൊടുക്കാറുള്ളത്. ചിലപ്പം അടയായിട്ടോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞിനൊക്കെ കൊടുക്കാറുള്ളത്. അല്ലാതെ നമുക്ക് എക്സ്ട്രാ ചേർക്കണമെന്ന് ചിലപ്പോൾ ശർക്കരയോ ചിലപ്പോൾ മുതിർന്നവരൊക്കെ പറയാറുണ്ട് പഞ്ചസാര കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഇത് നോർമൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര ഒന്നും കൂടെ അതിന് പകരമായിട്ട് പനങ്കൽക്കണ്ടവോ അല്ല ശർക്കരയോ ഒക്കെ ഉപയോഗിച്ച് വേണം ഈ ഇതിനകത്ത് കുറുക്കിനകത്ത് കുഞ്ഞുങ്ങൾക്ക് അഥവാ മധുരം പോരെങ്കിൽ കൊടുക്കാൻ. നേരത്തെ റാഗി അല്ലെങ്കിൽ പവിഴത്തിൻ്റെ പൊടി അതുപോലത്തെയുള്ള പൊടിക്കകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ മധുരം ചേർക്കുകയാണ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ആ ഒരു പ്രത്യേകിച്ച് നോക്കിയിട്ടൊരു മധുരത്തിൻ്റെ ഒരു ആവശ്യവും ഇതിൽ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിനാണെങ്കിലും അല്ലാതാണെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു മധുരത്തിൻ്റെ ആവശ്യമായിട്ട് വേണ്ടി വരുന്നില്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഞങ്ങളിടുന്ന ഓരോ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞങ്ങളിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു സോ മച്ച്.